ഹായ് ഹലോ എവരിവൺ, ഇറ്റ്സ് മീ സി എ സഞ്ജയ്. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രണ്ട് ഗുഡ് ന്യൂസ് ഉണ്ട്, രണ്ട് സന്തോഷം തരുന്ന വാർത്തകളുണ്ട്, രണ്ട് കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഫസ്റ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ FMSM എക്സാം കഴിഞ്ഞു. ഒരുപാട് കുട്ടികളുടെ മെസ്സേജസ് ഉണ്ടായിരുന്നു ഫോണിൽ, എനിക്ക് റിപ്ലൈ തരാൻ പറ്റിയില്ല. ഇന്ന് രാവിലെയാണ്, ടു ബി ഓണസ്റ്റ്, ഇന്ന് രാവിലെയാണ് ഞാൻ മെസ്സേജസ് ഒക്കെ വായിക്കുന്നത്. ഇന്നലെ എനിക്കൊരു ട്രാവൽ ഡേ ആയിരുന്നു. ഐ വാസ് ട്രാവലിംഗ്, സോറി. സോ എനിക്ക് റിപ്ലൈ തരാൻ പറ്റിയില്ലായിരുന്നു. സോ ഇന്ന് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എക്സാം വെന്റ് വെരി ഈസി ഫോർ മൈ സ്റ്റുഡൻസ്. കാരണം ഭയങ്കര സന്തോഷം തോന്നി കുട്ടികൾക്ക് എക്സാം ഈസി ആയി എന്ന് പറഞ്ഞു. കാരണം ഞാനും ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്, നിങ്ങളും നിങ്ങളുടെ ഭാഗത്ത് ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്. സോ നമ്മുടെ ഈ എഫേർട്ട് ഒക്കെ എക്സാം ഈസി ആണെന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും, അല്ലെ? യെസ്. ഇപ്പം നമ്മൾ റിവിഷൻ വീഡിയോസ് ഇട്ടു. റിവിഷൻ വീഡിയോ എൻറ്റയർ SM, നമ്മുടെ എൻറ്റയർ SM ജസ്റ്റ് 6.5 ഹവേഴ്സിൽ എൻറ്റയർ SM നമുക്ക് റിവൈസ് ചെയ്യാനുള്ള റിവിഷൻ വീഡിയോ ഇട്ടു. ഐ തിങ്ക് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു SM റിവിഷൻ വീഡിയോ മലയാളത്തിൽ. നമുക്ക് ഹിന്ദിയിലൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്, പക്ഷെ നമ്മുടെ മലയാളത്തിൽ നമുക്ക് എൻറ്റയർ റിവിഷൻ വീഡിയോ ഫസ്റ്റ് ടൈം ആണെന്നാണ് എൻ്റെ ഒരു തോന്നല്. സോ ഞാനും ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ആ ഒരു റിവിഷൻ വീഡിയോ പ്ലാൻ ചെയ്ത്. കാരണം ഒരുപാട് കാലങ്ങളായിട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ട് ഇപ്പോഴാണ് അത് എനിക്ക് പ്രാവർത്തികമാക്കാൻ പറ്റിയിരുന്നത്. ആൻഡ് വെരി ഹാപ്പി ദാറ്റ് ഒരുപാട് പേര് ആ റിവിഷൻ വീഡിയോസ് കണ്ടു. കാണും, ഒരുപാട് വാച്ച് ഹവേഴ്സ് കൂടിയിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. സോ ഒരുപാട് പേര് യൂട്യൂബ് വീഡിയോ കണ്ടു. ഒരുപാട് പേർക്ക് അത് ഭയങ്കര ബെനിഫിഷ്യൽ ആയി എന്നൊക്കെ പറഞ്ഞു മെസ്സേജ് അയച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ഗുഡ് ന്യൂസ്. സെക്കൻഡ് തിങ് ഈസ് എന്റെ പ്രഡിക്ഷൻ. നമ്മുടെ യൂട്യൂബിനകത്ത് ഒരു 1 വീക്ക് ഓർ 2 വീക്ക് മുന്നേ നമ്മളൊരു SM ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു PDF ഞാൻ ആ ഡ്രൈവിൽ, ഐ മീൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ എക്സാമിന് വന്ന എല്ലാ ക്വസ്റ്റ്യൻസും, ഐ റിപ്പീറ്റ്, എല്ലാ ക്വസ്റ്റ്യൻസും നമ്മുടെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിൽ, ഇമ്പോർട്ടന്റ് ഏരിയാസിലെ ലിസ്റ്റിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. ഇമ്പോർട്ടന്റ് ഏരിയാസ്. സി, ആക്ച്വലി എനിക്ക് എന്റെ ഓഫ്ലൈൻ സ്റ്റുഡൻസിനോടാണ് സംസാരിക്കാനുള്ളത്. എന്റെ പ്രഡിക്ഷനെ കളിയാക്കാറുള്ള എന്റെ ഓഫ്ലൈൻ സ്റ്റുഡൻസ്. സി, ഒരു ചെറിയൊരു കഥയുണ്ട്. പൊതുവെ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ഞാൻ എന്തെങ്കിലും പ്രിഡിക്റ്റ് ചെയ്യും, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പൊതുവെ വരാറുള്ളത്. ഓക്കെ, എന്റെ ഓഫ്ലൈൻ സ്റ്റുഡൻസ് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് റിലേറ്റ് ആകാൻ പറ്റും. കാരണം ഞാൻ ഒരു അറ്റംപ്റ്റ് ഞാൻ പറഞ്ഞു SA 710 അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്ന് പറഞ്ഞു. ആ അറ്റംപ്റ്റ് SA 710. അതിന് തൊട്ടടുത്ത അറ്റംപ്റ്റ് ഞാൻ പറഞ്ഞു SA 710 കഴിഞ്ഞ അറ്റംപ്റ്റ് വന്നതുകൊണ്ട് ഈ അറ്റംപ്റ്റ് വരാനുള്ള സാധ്യത കുറവാണ്. ആ അറ്റംപ്റ്റ് വീണ്ടും SA 710 വന്നു. സോ എന്റെ പ്രഡിക്ഷനോട് എന്റെ കുട്ടികൾക്ക് നല്ല പുച്ഛമായിരുന്നു, ടു ബി ഓണസ്റ്റ് പറയുകയാണെങ്കിൽ. അതായത് വൺസ് ഒരു കുട്ടിയെ വിളിച്ചു ചോദിച്ചു, സാർ ഏതൊക്കെയാണ് സാർ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞ ടോപ്പിക്സ്? ഞാൻ എന്തിനാ ചോദിച്ചു. അല്ല സാർ, അതല്ലാത്ത ടോപ്പിക്സ് ഒക്കെ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് സാർ ഇമ്പോർട്ടന്റ് പറഞ്ഞ വരില്ലല്ലോ എന്ന് പറഞ്ഞാൽ കളിയാക്കിയ കുട്ടികളുണ്ട്. സോ ആ കുട്ടികളുടെ ഒരു കംബാക്ക് ആണ്, ജോക്സ് അപ്പാണ്, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. സോ ആ കുട്ടികളുടെ ഒരു കംബാക്ക് ആണ് ഞാനിപ്പോൾ പറയാറുള്ളത്. അതായത് നമ്മുടെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ലിസ്റ്റ്, SM ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ലിസ്റ്റ് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ ലിസ്റ്റിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും, ഐ മീൻ എക്സാമിന് വന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മുടെ ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ളതാണ് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു, ഭയങ്കര സന്തോഷം തോന്നി. എല്ലാ ക്വസ്റ്റ്യൻസും, സി ഐ വാസ് ഓൾസോ എക്സ്പെക്ടിങ് 1 or 2 ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ വന്ന എല്ലാ ക്വസ്റ്റ്യൻസും ലിസ്റ്റിലുണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷം തോന്നി. സി, ഇറ്റ്സ് നോട്ട് ലൈക്ക് പ്രീ കാൽക്കുലേറ്റഡ് ആയിട്ട് ഇട്ടതല്ല. എനിക്ക് തോന്നുന്നു ഇന്ന ഏരിയാസ് ആണ്, ഒരു ജസ്റ്റ് ഒരു പ്രീവിയസ് അറ്റംപ്റ്റ് എന്താ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നത്, അതിന് മുന്നത്തെ എന്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നത്, അതിന്റെ ബേസിസിലാണ് ഞാനൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തത്. വെരി ഹാപ്പി. ആ ലിസ്റ്റ് നിങ്ങൾക്ക് വളരെയധികം ബെനിഫിഷ്യലായി. കുറെ കുട്ടികളുടെ മെസ്സേജസ് വന്ന ആ ലിസ്റ്റ് ബെനിഫിഷ്യലായി. ജസ്റ്റ് ഞാനൊന്ന് ഷെയർ ചെയ്യും. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം, ഒന്ന് നമ്മുടെ പേപ്പർ റിവ്യൂ, SM പേപ്പർ റിവ്യൂ കൂടി ചെയ്യണമെന്നുണ്ട്. സോ ജസ്റ്റ് എ സെക്കൻഡ്, ലെറ്റ് മീ ഷെയർ ദ പേപ്പർ. ജസ്റ്റ് എ സെക്കൻഡ്. യെസ്. സോ ഇതാണ് ഈ ഒരു PDF ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഐ നോ മോസ്റ്റ് ഓഫ് യു ഹാവ് യൂട്ടിലൈസ് ദിസ് പേപ്പർ വെരി വെൽ. ഐ ആം വെരി ഹാപ്പി ടു നോ ദാറ്റ്. സി, നമ്മൾ ചാപ്റ്റർ 1 ഈ 5 ടോപ്പിക്സ് ആണ് നിങ്ങളോട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഐ ആം വെരി ഹാപ്പി. ഇതിനകത്ത് നിന്ന് ഒബ്ജക്റ്റീവ് നിന്നും ചോദ്യം വന്നിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് നമ്മൾ ഇതിനകത്ത് SM ഇമ്പോർട്ടൻസ് ചോദിച്ചില്ല, പറഞ്ഞിട്ടില്ല ഞാൻ. എന്തുകൊണ്ടാണ്? കാരണം കഴിഞ്ഞ അറ്റംപ്റ്റ് അത് വന്നിട്ടുണ്ട്. സോ അത് നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. മിഷൻ വാല്യൂസ് ഉണ്ട്, മിഷൻ ഇല്ല. വിഷൻ ഉണ്ട്, മിഷൻ ഇല്ല. മിഷൻ എന്നൊരു ചോദ്യം അങ്ങനെ വരാൻ ചാൻസ് കുറവാണെന്ന് പറഞ്ഞു. കാരണം കഴിഞ്ഞ അറ്റംപ്റ്റ് അതിൽ നിന്നൊരു ആ ഏരിയയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എന്റെ പ്രയോറിറ്റി ലിസ്റ്റ് ഞാനത് ഒഴിവാക്കി. സോ ഇത്തവണ ഒബ്ജക്റ്റീവ്സിൽ നിന്നും നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, ഇതുമായി ഈ ഒരു PDF ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ഞാൻ പറഞ്ഞു, ഒബ്ജക്റ്റീവ്സ് ആയിട്ട് 2 ക്വസ്റ്റ്യനേ ഉള്ളൂ മക്കളെ. ഒന്ന് ദോസ് ഹു അറ്റൻഡഡ് അവർ ക്ലാസ് വിൽ ബി നോയിങ്, ഒന്ന് സ്മാർട്ട് കാർഡിന്റെ സംഭവം, ഒന്ന് ECPT. ഇഫ് ഐ എം നോട്ട് റോങ്, സ്മാർട്ട് കാർഡിന്റെ ക്വസ്റ്റൻ ആണ് എക്സാമിൽ വന്നത്. ഐ ഹോപ്പ് യു റിമെമ്പർ ദിസ് ഒബ്ജക്റ്റീവ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് എന്നൊക്കെ പറഞ്ഞ ടോപ്പിക് ഉണ്ടായിരുന്നു. ആ ചോദ്യം എക്സാമിന് വന്നു. വെരി ഹാപ്പി.
ചാപ്റ്റർ 2 നിങ്ങൾ നോക്കുവാണെങ്കിൽ ചാപ്റ്റർ 2 നിന്നും വാല്യൂ ചെയിൻ അനാലിസിസ് വന്നിട്ടുണ്ട്. 5 ഫോഴ്സസ്. സി 5 ഫോഴ്സസ് എല്ലാ അറ്റംപ്റ്റും ചോദിക്കുന്നതാണ്. എല്ലാ അറ്റംപ്റ്റും ചോദിക്കുന്ന ഒരു ചോദ്യം 5 ഫോഴ്സസ്. ഓക്കെ, പക്ഷെ May 24 ചോദിച്ചില്ല. May 24 ഞാൻ ക്ലാസ്സിൽ വെച്ച് പറഞ്ഞ പ്രഡിക്ഷൻ ആയിരുന്നു 5 ഫോഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമെന്ന്. പക്ഷെ കഴിഞ്ഞ അറ്റംപ്റ്റ് 5 ഫോഴ്സ് ചോദിച്ചാൽ ഈവൻ ഐ വാസ് ഓൾസോ വെരി ഷോക്ക്ഡ്. കാരണം നിങ്ങൾ ഈ May 24 ന്യൂ സിലബസിന്റെ മുന്നത്തെ സിലബസ് നിങ്ങൾ നോക്കുവാണെങ്കിൽ 5 ഫോഴ്സ്, മൈക്കിൾ പോർട്ടറിന്റെ 5 ഫോഴ്സിൽ നിന്നും ജനറിക് സ്ട്രാറ്റജിയിൽ നിന്നും രണ്ടിൽ നിന്നും ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ കഴിഞ്ഞ May 24 ചോദിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഈ അറ്റംപ്റ്റ് ഉറപ്പായിട്ടും ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു ചോദിച്ചു 5 ഫോഴ്സസിൽ നിന്നും. ഇപ്പൊ ഐ എം നോട്ട് റോങ്, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു നമ്മുടെ ബാരിയേഴ്സ് ടു എൻട്രി. ദോസ് ഹു അറ്റൻഡഡ് അവർ ക്ലാസ് മേ ബി നോയിങ് ദിസ് CBSE ആപ്പ്. CBSE ആപ്പിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ബാരിയർ ടു എൻട്രി. സോ ആ ക്വസ്റ്റ്യൻ ചോദിച്ചു. വെരി ഹാപ്പി. എക്സ്പീരിയൻസ് കർവുമായി ബന്ധപ്പെട്ട ഒരു കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. വാല്യൂ ചെയിൻ അനാലിസിസ് പ്രൈമറി ആക്ടിവിറ്റീസിൽ ചോദ്യം ചോദിച്ചു. സോ ആ ചോദ്യം നമ്മുടെ സെറ്റായി. ചാപ്റ്റർ 3 നിന്ന് നോക്കുവാണെങ്കിൽ കോർ കോമ്പീറ്റൻസിൽ നിന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ VRCS എന്ന് പറഞ്ഞ നെമോണിക്സ് ഉണ്ട്, VRCS. ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ പിന്നെ മൈക്കിൾ പോർട്ടേഴ്സ് ജനറിക് സ്ട്രാറ്റജി, നമ്മുടെ ഫോക്കസ് സ്ട്രാറ്റജിയുടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. വാസ് വെരി ഹാപ്പി. ചാപ്റ്റർ 4 നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ മനഃപൂർവ്വം സ്റ്റെബിലിറ്റി തന്നിട്ടുണ്ട്, റീട്രേച്ച്മെന്റ് തന്നിട്ട് എക്സ്പാൻഷൻ ഞാൻ തന്നിട്ടില്ല നമ്മുടെ ലിസ്റ്റിനകത്ത്. റീസൺ, എക്സ്പാൻഷൻ സ്ട്രാറ്റജി ഓൾറെഡി കഴിഞ്ഞ അറ്റംപ്റ്റ് May 24 10 മാർക്കിൽ ചോദിച്ചു കഴിഞ്ഞു. ഇന്നോവേഷനിൽ നിന്ന് ചോദിച്ചു, വെർട്ടിക്കൽ ഇന്റഗ്രേഷനിൽ ചോദിച്ചു. സോ ഈ അറ്റംപ്റ്റ് എക്സ്പാൻഷൻ നിന്ന് വരത്തില്ല എന്നാണ് എന്റെ ഒരു പ്രഡിക്ഷൻ. ആ പ്രഡിക്ഷൻ കറക്റ്റായി. ഇത്തവണ സ്റ്റെബിലിറ്റി ചോദിച്ചു, റിട്രാച്ച്മെന്റ് ചോദിച്ചു. സ്റ്റെബിലിറ്റി ചോദിച്ചു, റിട്രച്ച്മെന്റ് ചോദിച്ചു. ഞാൻ സ്ട്രാറ്റജിക് അലയൻസ് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ സ്ട്രാറ്റജി അലയൻസ് മേ ബി അടുത്ത അറ്റംപ്റ്റ് അവിടെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. Jan 25 അറ്റംപ്റ്റിൽ അന്നത്തെ നമ്മുടെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ലിസ്റ്റിനകത്ത് ഉറപ്പായിട്ടും സ്ട്രാറ്റജിക് അലയൻസ് ഉണ്ടാവും. സോ ഈ 2 ചോദ്യം ഇത്തവണ ഓൾറെഡി ചോദിച്ചു. സോ അവിടെയും ഭയങ്കര സന്തോഷം. ചാപ്റ്റർ 5 ഒരുപാട് കുട്ടികൾ സർ ചാപ്റ്റർ 5 സ്കിപ്പ് ചെയ്തിട്ടേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു മക്കൾ സ്കിപ്പ് ചെയ്യില്ല, അറ്റ്ലീസ്റ്റ് ഈ ഒരു ടോപ്പിക്സ് എങ്കിലും നിങ്ങൾ കവർ ചെയ്യും എന്ന് പറഞ്ഞു. ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ കവർ ചെയ്യും. ഈ ഒരു ടോപ്പിക്സ് കവർ ചെയ്ത ശേഷം നിങ്ങൾ എന്ത് വേണം ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്നും ചോദ്യം വന്നു. SPM ചോദിച്ചു, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ചോദിച്ചു, നെറ്റ്വർക്ക് സ്ട്രക്ചർ ചോദിച്ചു. നെറ്റ്വർക്ക് സ്ട്രക്ചർ. സോ ഇത്രയും ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ചാപ്റ്റർ 5 നിന്നും. സോ ദോസ് ഈവൻ ഐ ഹാവ് റിസീവ് സോ മെനി മെസ്സേജസ് ദാറ്റ് സർ ചാപ്റ്റർ 5 സ്കിപ്പ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചതാ. പിന്നെ സാറിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ലിസ്റ്റും ചാപ്റ്റർ 5 റിവിഷൻ വീഡിയോ കണ്ടു. അത് മാത്രം കണ്ടിട്ടാണ് സാർ ഞാൻ പോയത്. പക്ഷേ ഇറ്റ് വാസ് വെരി ബെനിഫിഷ്യൽ എന്നുള്ള രീതിയിൽ ഒരുപാട് മെസ്സേജസ് വന്നു. സോ ഡാം ഹാപ്പിയാണ്, സന്തോഷം തോന്നി. എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യാം. നേരെ ഞാൻ തിയറിറ്റിക്കൽ ഏരിയയിലേക്ക് പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ. ആ സ്റ്റെപ്സ് 5 പോയിന്റ്സിന്റെ സ്റ്റെപ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ സ്ട്രാറ്റജിക് പെർഫോമൻസ് മെഷർ, വേരിയസ് ടൈപ്സ് ഓഫ് സ്ട്രാറ്റജിക് പെർഫോമൻസ് മെഷർ. ഐ ഹാവ് ഈവൻ സെഡ് ടു മൈ സ്റ്റുഡൻസ് ആ ഒരു ക്വസ്റ്റ്യൻ ആകെ ആ SPM ആകെ ഒരു 4 ക്വസ്റ്റ്യൻ ഉള്ളൂ. ഡെഫിനേഷൻ അടക്കം ആകെ 4 ക്വസ്റ്റ്യൻ ഉള്ളൂ. ആ 4 ക്വസ്റ്റ്യൻ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു 5 മാർക്ക് ഒബ്വിയസ്ലി അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇൻ കേസ് ഒരു ക്വസ്റ്റ്യൻ വന്നു നിങ്ങൾക്ക് അത് പക്കാ ഷുവർ 5 മാർക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചോദ്യം വന്നു ഫിനാൻഷ്യൽ മെഷേഴ്സ്, ഇന്നോവേറ്റീവ് മെഷേഴ്സ്, ഓർക്കുന്നുണ്ടോ? കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ മെഷർ, മാർക്കറ്റ് മെഷർ, എൻവയറമെന്റൽ മെഷർ, ഓർക്കുന്നുണ്ടോടാ? യെസ്, ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷം മൈക്കിൾ പോർട്ടേഴ്സ് 5 ഫോഴ്സിൽ നിന്നും എക്സ്പ്ലെയിൻ ദ കോമൺ ബാരിയർ ടു ന്യൂ എൻട്രൻസ്. എന്തൊക്കെയാണ്? CBSE ആപ്പ്. ഡു യു റിമെമ്പർ ദിസ്? CBSE ആപ്പ് ഓർക്കുന്നുണ്ടോടാ? C for capital requirement, brand identity, switching cost, economies of scale, access to distribution channel, potential product differentiation and എന്തായിരുന്നു ഞാൻ മറന്നുപോയടാ, മറ്റേ റൈവൽറിയുടെ പോസിബിൾ റിറ്റേലിയേഷൻ അല്ലെ, പോസിബിൾ റിറ്റേലിയേഷൻ. സോ ആ ക്വസ്റ്റ്യൻ 5 മാർക്കിന് ചോദിച്ചു. ഡൺ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി. കഴിഞ്ഞ അറ്റംപ്റ്റ് എക്സ്പാൻഷൻ ചോദിച്ചതുകൊണ്ട് ഇത്തവണ സ്റ്റെബിലിറ്റിയിൽ നിന്നും റിട്രാച്ച്മെന്റിൽ നിന്നും ചോദ്യം വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. 2 നന്നായിട്ട് പ്രിപ്പയർ ചെയ്തെന്ന് പറഞ്ഞു. 2 നിന്നും ചോദ്യം വന്നിട്ടുണ്ട്. വാട്ട് ആർ ദ മേജർ റീസൺ ഫോർ സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി? ഡു യു റിമെമ്പർ? ഇത് എന്റെ ക്ലാസ് അറ്റൻഡർക്ക് അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞു പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ വെച്ച് 2 പോയിന്റ് ഉണ്ട്. ഒന്ന് മെച്ചോറിറ്റി സ്റ്റേജ്. എപ്പോഴും മെച്ചോറിറ്റി സ്റ്റേജ് ആഫ്റ്റർ റാപ്പിഡ് എക്സ്പാൻഷൻ. ഓർക്കുന്നുണ്ടോ മക്കളെ? ഓർക്കുന്നുണ്ടോടാ? യെസ് സർ. എന്റെ ക്ലാസ് അറ്റൻഡർക്ക് ഉറപ്പായിട്ടും ഈ പറഞ്ഞ എന്റെ ആക്ഷൻസ് ഒക്കെ നല്ല ഓർമ്മയുണ്ടാവും. Product life cycle, stability strategy, once it reaches the maturity stage, after rapid expansion, risk is less, expansion seems to be threatening. ഓർക്കുന്നുണ്ടോടാ? യെസ്, ആ ക്വസ്റ്റ്യൻ അതുപോലെ ചോദിച്ചിട്ടുണ്ട്. എഴുതി കഴിഞ്ഞാൽ 5 മാർക്കാണ് മക്കളെ, 5 മാർക്ക്. ഈ ഒരു ചോദ്യം കുറെ കുട്ടികൾ മിസ്റ്റേക്ക് ഉണ്ടാക്കി അറിയാൻ കുറച്ച് സങ്കടമുണ്ട്. 4 specific criteria of sustainable competitive advantage. 4 specific criteria for sustainable. ഈ സസ്റ്റൈനബിൾ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കണ്ടത് കൊണ്ട് തന്നെ കുറെ കുട്ടികൾ താടിയുടെ ആൻസർ എഴുതി. ഐ ഹോപ്പ് യു റിമെമ്പർ താടി. സസ്റ്റൈനബിൾ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജിന് റിസോഴ്സസിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. സസ്റ്റൈനബിൾ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാകണമെങ്കിൽ റിസോഴ്സസിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ട്രാൻസ്ഫറബിലിറ്റി, അപ്രോപ്രബിലിറ്റി, ഡ്യൂറബിലിറ്റി, ഇമിറ്റബിലിറ്റി. ഇതല്ലായിരുന്നു ചോദിച്ചത്. എന്തായിരുന്നു ചോദിച്ചത്? VRCS ആ ചോദിച്ചത്, കോർ കോമ്പിറ്റൻസിയുടെ.
കോർ കോമ്പിറ്റൻസിയുടെ ചോദ്യമാണ് ചോദിച്ചത് ഇവിടെ. കോർ കോമ്പിറ്റൻസിയുടെ ചോദ്യമാണ് ഇവിടെ ചോദിച്ചത്. ഇവിടെ കുറെ കുട്ടികൾ മിസ്റ്റേക്സ് ഉണ്ടാക്കി ഞാൻ അറിഞ്ഞിട്ടുണ്ട്. സോ ഇത് ഇവൻ നമ്മുടെ ഇതൊക്കെ പക്ക നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കുകളുടെ ക്വസ്റ്റ്യൻസ് ആണ്. ഈവൻ ഇഫ് യു ഹാവ് പ്രിപ്പയർഡ് അവർ ക്വസ്റ്റ്യൻ ബാങ്ക്, നിങ്ങൾക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് ഒന്ന് ഷെയർ ചെയ്യാം. ജസ്റ്റ് ഒന്ന് പോസ് അമർത്തട്ടെ. നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിലെ ക്വസ്റ്റ്യൻ നമ്പർ 29, ക്വസ്റ്റ്യൻ നമ്പർ 29 നിങ്ങൾ ഇതേ ക്വസ്റ്റ്യൻ ഡിറ്റോ ക്വസ്റ്റ്യൻ ഇതാ. Explain 4 specific criteria of sustainable competitive advantage that firm can use to develop. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക്, ഞാൻ ഒരുപാട് തവണ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ടൈം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുക, അതിനുശേഷം നമ്മുടെ പവർ ചാർട്ട് പ്ലസ് ക്വസ്റ്റ്യൻ ബാങ്ക് ഇസ് മോർ ദാൻ ഇനഫ് മക്കളെ. അതേ വേണ്ടു. പവർ ചാർട്ട് പ്ലസ് ക്വസ്റ്റ്യൻ ബാങ്ക് ഇസ് മോർ ദാൻ ഇനഫ് ഫോർ യു ടു സ്കോർ എക്സെപ്ഷൻ ഇൻ FMSL. ഇത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഈ ക്വസ്റ്റ്യൻ 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. 5 മാർക്കിന് ചോദിച്ചത് ഓൾമോസ്റ്റ് ഒരു 90% ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് 90% ഇത്തവണത്തെ എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. എല്ലാ പ്രശ്നങ്ങളും വരുന്നല്ല ഞാൻ പറഞ്ഞത്. ഇത്തവണ വന്നിട്ടുള്ള 90% ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിലെ ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ജസ്റ്റ് സെക്കൻഡ്, വാല്യൂ ചെയിൻ അനാലിസിന്റെ ക്വസ്റ്റ്യൻ ഫോർ 5 മാർക്സ്. പ്രൈമറി ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? പ്രൈമറി ആക്ടിവിറ്റീസ് ഇൻബൗണ്ട് ലോജിസ്റ്റിക്, ഓപ്പറേഷൻ, ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്, ആഫ്റ്റർ സെയിൽസ് സർവീസസ്. ഓർക്കുന്നുള്ള ആ പോയിന്റ് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും, 5 മാർക്ക്. പിന്നെ ഒബ്ജക്റ്റീവ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഔട്ട്ലൈൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സ്മാർട്ട് കാർഡ്, ഐ ഹോപ്പ് യു റിമെമ്പർ. സ്മാർട്ട് കാർഡ് സ്പെസിഫിക്, മെഷറബിൾ, അറ്റൈനബിൾ, റിലവന്റ് ടു ടൈം ഫ്രെയിം. സി 3 പോയിന്റ് അല്ലെ? കോറിലേറ്റഡ്, പിന്നെ എന്താണ്? കമ്പാരബിൾ, കൺട്രോളബിൾ, അപ്രൈസൽ, പ്രൊവൈഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ അപ്രൈസൽ. ആർ എന്തായിരുന്നു? റിലയബിൾ. ഡി എന്തായിരുന്നു? പ്രൊവൈഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. സ്മാർട്ട് കാർഡ്. ഹോപ്പ് യു റിമെമ്പർ. ആ പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ 5 മാർക്കാണ് മക്കൾ, 5 മാർക്ക്. പിന്നെ ഇവിടെ ഒരു കേസ് സ്റ്റഡി പോലത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജ്. മൈക്കിൾ പോർട്ടർ ജനറിക് സ്ട്രാറ്റജി ആണ്. ആ ഇപ്പൊ കോസ്റ്റ് ലീഡർഷിപ്പ് ആണ് എങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്, ഡിഫറൻസിയേഷൻ ആണ് എങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്, ഫോക്കസ് ആണെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്. ഇവിടെ ഏത് ചോദ്യമാണ് നമ്മൾ ആദ്യം വായിച്ചു നോക്കണം. മാർക്കറ്റ് ഫോർ ബേബി കെയർ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിനകത്ത് ഓൾറെഡി ഉണ്ട്. ഇഫ് ഐ എം നോട്ട് റോങ്, for newborn babies are there. Mrs. Maki Pasantis decides to introduce new product for existing customers. Our new customers are, well, the market for such product is narrow market ആണെന്ന് മനസ്സിലായി. അപ്പൊ അത് ഏതാണെന്ന് മനസ്സിലായി? ഫോക്കസ് ആണെന്ന് മനസ്സിലായി. കാരണം കോസ്റ്റ് ലീഡർഷിപ്പിനായാലും ഡിഫറൻസിനേഷനായാലും മാർക്കറ്റ് ബ്രോഡ് ആയിരിക്കണം. പക്ഷെ ഇവിടെ മാർക്കറ്റ് ഓൾറെഡി നാരോ എന്ന് തന്നതുകൊണ്ട് ഇത് ഫോക്കസ് ആണ് എന്ന് മനസ്സിലായി. അപ്പൊ ഫോക്കസിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എഴുതി കഴിഞ്ഞാൽ മാർക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ഇനി ഫോക്കസ് കോസ്റ്റ് ആണോ, ഫോക്കസ് ഡിഫറൻസിയേഷൻ ആണോ? ദ കമ്പനി വാണ്ട് ടു ചാർജ് ലോ പ്രൈസ് റിലേറ്റഡ് ടു അതർ ഫേംസ്. അപ്പൊ ഏതാ? ഫോക്കസ് കോസ്റ്റ്. പക്ഷെ ഇവിടെ വേറൊരു കാര്യമുണ്ട്. ഹു ആർ പ്രൈസിംഗ് ആൻഡ് ഓൾസോ വാണ്ട് ടു ചാർജ് പ്രീമിയം ബേസ്ഡ് ഓൺ യൂണീക്നെസ് ഫോർ ദ റെസ്റ്റ് ഓഫ് ഇറ്റ് പ്രോഡക്റ്റ്. സോ ഇവിടെ എന്താ പറയുന്നത്? അതിന്റെ കുറച്ച് പ്രീമിയം, കുറച്ച് യൂണീക്നെസ് ഉണ്ട് കുറച്ച് പ്രോഡക്റ്റ്, അതിന് പ്രീമിയം പ്രൈസും പിന്നെ അവർക്ക് ലോ പ്രൈസും ചാർജ് ചെയ്യണം. ആക്ച്വലി ലോ പ്രൈസും പ്രീമിയം കൂടി വന്നിട്ടാണ് ബെസ്റ്റ് കോസ്റ്റ് പ്രൊവൈഡർ ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മള് ക്വസ്റ്റ്യൻ ബാങ്ക് ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സി, ലോ കോസ്റ്റ് ആണെങ്കിൽ എന്താണ്? കോസ്റ്റ്. പ്രീമിയം ആണെങ്കിൽ ഡിഫറൻസിയേഷൻ. രണ്ടും കൂടി ഒരുമിച്ച് വന്നാലോ? ചെറിയ പ്രൈസിന് കൂടുതൽ യൂട്ടിലിറ്റി കൊടുക്കുവാണെങ്കിൽ അത് ബെസ്റ്റ് കോസ്റ്റ് പ്രൊവൈഡർ ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരും. പക്ഷെ മാർക്കറ്റ് നാരോ ആയതുകൊണ്ട് യു ക്യാൻ റൈറ്റ് അബൌട്ട് ഫോക്കസ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട് ഫോക്കസ് സ്ട്രാറ്റജിയുടെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഇവിടെ എഴുതാം. യു വിൽ ഗെറ്റ് 5 മാർക്സ് ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. ഇത്രയേ ഉള്ളൂ നമ്മുടെ. ഇവിടെ ഇതാ ക്വസ്റ്റ്യൻ. അടുത്തത് ഇവിടെ എന്താണ്? ഇതൊരു കേസ് സ്റ്റഡിയാണ്. ആക്ച്വലി കേസ് സ്റ്റഡി വായിക്കേണ്ട ആവശ്യം കൂടി ഇല്ല. ഇവിടെ പറയുന്നത് ഏത് റിട്രച്ച്മെന്റ് സ്ട്രാറ്റജിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കറിയാം റിട്രച്ച്മെന്റ് 3 സ്ട്രാറ്റജി ഉള്ളത്. ഏതൊക്കെയാണ്? ടേൺ അറൌണ്ട്, ഡൈവേഴ്സ്മെന്റ്, ലിക്വിഡേഷൻ. പക്ഷെ ലിക്വിഡേഷൻ നമ്മളിപ്പോൾ പഠിക്കല, ടേൺ അറൌണ്ട്, ഡൈവേഴ്സ്മെന്റ്. പക്ഷെ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞത് ഏത് സ്റ്റേജ്, ആക്ഷൻ പ്ലാൻ ഫോർ ദ സ്ട്രാറ്റജി. ആക്ഷൻ പ്ലാൻ എതിരേ ഉള്ളൂ? ടേൺ അറൌണ്ട് മാത്രം നമ്മൾ ആക്ഷൻ പ്ലാൻ എന്നൊരു ക്വസ്റ്റൻ പഠിച്ചിട്ടുള്ളൂ. സോ ഈവൻ ബിഫോർ റീഡിംഗ് ദ ക്വസ്റ്റൻ വി അണ്ടർസ്റ്റാൻഡ് വാട്ട് റിട്രച്ച്മെന്റ് സ്ട്രാറ്റജി. ടേൺ അറൌണ്ട് എഴുതാം, ടേൺ അറൌണ്ട് ആക്ഷൻ പ്ലാൻ എഴുതാം. ഐ ഹോപ്പ് യു റിമെമ്പർ ദ 5 points. Assess the current problem, develop a plan, implement the plan, restructure the business, return to normal. ഒരു 5 പോയിന്റ് അതുപോലെ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും. ഹെഡിങ് പ്ലസ് ജസ്റ്റ് 1 or 2 സെൻസ് എഴുതിയാൽ മതി, മാർക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ അവിടെ. പിന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഏത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ് ഇവിടെ സ്യൂട്ടബിൾ ആവുന്നത്? ഓൾസോ ഇറ്റ്സ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ഓക്കെ, സി, ഞാൻ അധികം ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് ഒരു കീവേഡ് പറഞ്ഞത് എലിമിനേറ്റിംഗ് ദ ഇൻഹൗസ് ബിസിനസ് ഫംഗ്ഷൻ. എൻവയറൺമെന്റ് ഈസ് അൺസ്റ്റേബിൾ. ഈ 2 പോയിന്റ് മതി നമുക്ക് നെറ്റ്വർക്ക് സ്ട്രക്ചർ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഈ 2 പോയിന്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അല്ലെ? നെറ്റ്വർക്ക് സ്ട്രക്ചറിനകത്ത് എന്താ പറ്റുള്ളത്? എലിമിനേഷൻ ഓഫ് ഇൻഹൗസ് ബിസിനസ് ഫംഗ്ഷനും എൻവയറൺമെന്റ് ഈസ് അൺസ്റ്റേബിൾ. പഠിച്ചവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പവർ ചാർട്ടിനകത്ത് അങ്ങനെ അത്ര ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. നെറ്റ്വർക്ക് സ്ട്രക്ചർ നോക്കി നെറ്റ്വർക്ക് സ്ട്രക്ചറിനകത്ത്
ഇത് നമ്മുടെ പവർ ചാർട്ടാണ്. ഇവിടെ എന്താ പറഞ്ഞത് നോക്കട്ടെ. ഇതാ എലിമിനേഷൻ ഓഫ് ഇൻഹൗസ് ബിസിനസ് ഫംഗ്ഷൻ, എൻവയൺമെന്റ് ഈസ് അൺസ്റ്റേബിൾ. കണ്ടോ, ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പവർ ചാർട്ട് നന്നായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്താൽ വേറെ ഒന്നും വേണ്ട. നിങ്ങളുടെ ലാസ്റ്റ് ഡേ റിവിഷൻ പവർ ചാർട്ട് ഇസ് ഗോയിങ് ടു ബി ദ ഗെയിം ചേഞ്ചർ ഫോർ യു. പവർ ചാർട്ട് പ്ലസ് അവർ റിവിഷൻ വീഡിയോ ഇസ് എ ഗെയിം ചേഞ്ചർ ഫോർ യു. സോ അത് നമുക്ക് മനസ്സിലായി. എന്താണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. സോ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മുടെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ലിസ്റ്റിനകത്ത്, നമ്മുടെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ലിസ്റ്റിനകത്ത് ശ്രദ്ധിച്ച്, ഞാൻ നിങ്ങൾക്ക് ഓർഗനൈസ് സ്ട്രക്ചർ ഒരുപാടുണ്ട്, പക്ഷെ ഞാൻ നിങ്ങളോട് കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കണം. ഏതൊക്കെയാ? 4 1 2 3 4 5 സ്ട്രക്ചർ നന്നായിട്ട് പഠിക്കാൻ പറഞ്ഞു. മൾട്ടി സ്ട്രക്ചർ, എസ് ബി യു നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് നിങ്ങൾക്ക്. MCQ ഉണ്ട്, ഹവർ ഗ്ലാസ്, നെറ്റ്വർക്ക്, മെട്രിക്സ്. ഈ 5 നന്നായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞു. മെട്രിക്സ് നന്നായിട്ട് പഠിക്കണം എന്ന് പറയാനുള്ള കാരണം നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് പേപ്പറിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. SBU നന്നായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞ കാരണം മോക്ക് ടെസ്റ്റ് പേപ്പറിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. മോക്ക് ടെസ്റ്റ് പേപ്പറിൽ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് നിങ്ങളുടെ എക്സാമിനും ചോദിച്ചിട്ടുണ്ടായത്. സോ നെറ്റ്വർക്ക് ഞാൻ നിങ്ങൾക്ക് ലിസ്റ്റിനകത്ത് തന്നിട്ടുള്ളത്, അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് എനിക്ക് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടിയിരിക്കും. സോറി, ഇനി നമുക്ക് നേരെ ജസ്റ്റ് MCQs ഒന്ന് നോക്കാം. MCQs ഭയങ്കര സിമ്പിൾ ആണെന്നാണ് ഞാൻ കേട്ടത്. ഇത് കേസ് സ്റ്റഡി ആണോ? ഒരു കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റൻ ആണ്. ഞാൻ കേസ് സ്റ്റഡി അങ്ങനെ വായിക്കുന്നില്ല. സോ MCQ ഓൾസോ കുറെയൊക്കെ ഈസി ആണെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് നമുക്ക് ഓവറോൾ നോക്കി നോക്കാം. ഇൻ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് കോൺസെപ്റ്റ് ഓഫ് ഡിക്രീസ് ഇൻ ഓവറോൾ കോസ്റ്റ് ഡ്യൂ ടു ഇൻക്രീസ്ഡ് എഫിഷ്യൻസി. വി ഓൾ നോ എക്സ്പീരിയൻസ് കർവ് ആണ് അല്ലെ. നെക്സ്റ്റ് എന്താ പറഞ്ഞത് അവിടെ? ഇത് എന്തോ പ്രോഡക്റ്റിന്റെ എന്തോ സ്റ്റേജസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് കേസ് സ്റ്റഡി നമുക്ക് കാണുന്നുണ്ടെങ്കിൽ നോക്കാൻ പറ്റും. ഇവിടെ പറഞ്ഞത് ഗ്രോത്ത് റേറ്റ് ഈസ് ലോ, മാർക്കറ്റ് ഫോർ ഏരിയാസ് ബീങ് കവർഡ് ഈസ് ലാർജ് സ്റ്റെബിലൈസ്. മാർക്കറ്റ് സ്റ്റെബിലൈസ് ആവുന്ന ഏത് സ്റ്റേജിലാണ് മക്കളെ? മെച്ചോർ സ്റ്റേജ് അല്ലെ. മെച്ചോറിറ്റിയിൽ മാർക്കറ്റ് സ്റ്റെബിലൈസ്. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ മാർക്കറ്റ് ഉണ്ടാവില്ല, ഗ്രോയിങ് സ്റ്റേജിൽ മാർക്കറ്റ് എക്സ്പാൻഡ് ആവും, മെച്ചോർ സ്റ്റേജിൽ മാർക്കറ്റ് സ്റ്റെബിലൈസ് ആവും. ഐ ഹോപ്പ് യു റിമെമ്പർ ദിസ്. ഞാൻ ഇതിന്റെ കണക്ഷൻ ഞാൻ സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഐ ഹോപ്പ് യു റിമെമ്പർ ദിസ്. യെസ്. പിന്നെ ഇവിടെ സ്ട്രാറ്റജി ഇൻ വിച്ച് കമ്പനി വാണ്ട്സ് ടു കീപ് അഹെഡ് ആൻഡ് റീഡ് ദ ഫസ്റ്റ് മൂവ്. പ്രൊവാക്റ്റീവ് സ്ട്രാറ്റജി. ഉണ്ണിയേട്ടൻ ഫസ്റ്റ് അല്ലെ. പ്രൊവാക്റ്റീവ് സ്ട്രാറ്റജി എന്താണ്? ആദ്യം നമ്മൾ ചെയ്യുക. നമ്മൾ പ്രൊവാക്റ്റീവ് റിയാക്റ്റീവ് നിന്നും ഒരു ക്വസ്റ്റൻ ആണ് പ്രതീക്ഷ, പക്ഷെ അതിൽ നിന്നും കേസ് സ്റ്റഡി വന്നിട്ടുണ്ട്. പ്രൊവാക്റ്റീവ് റിയാക്റ്റീവ് നമ്മുടെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ലിസ്റ്റിലുണ്ട്. പ്രൊവാക്റ്റീവ് റിയാക്റ്റീവ് ഞാൻ അതിൽ ഒരു കേസ് സ്റ്റഡിയെ പ്രതീക്ഷിച്ചത്, പക്ഷെ MCQ ക്വസ്റ്റൻ വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. പിന്നെ ഇത് മിഷനാണോ, വിഷനാണോ, ഗോളാണോ, ഒബ്ജക്റ്റീവ് ആണോ? നമുക്ക് നോക്കാം. ഫ്യൂച്ചറിസ്റ്റിക് ആണെങ്കിൽ വിഷൻ, പ്രസന്റ് കറണ്ട് ആണെങ്കിൽ മിഷൻ. നമുക്ക് നോക്കാം എന്താ പറഞ്ഞത് എവിടെ ഉള്ളത്. കറണ്ട് ഫിലോസഫി. ഇപ്പോഴത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കറണ്ട് ഫിലോസഫി. അപ്പൊ എന്താ? മിഷനാണ്. ഇറ്റ്സ് നോട്ട് വിഷൻ, ഇറ്റ് ഈസ് മിഷൻ സ്റ്റേറ്റ്മെന്റ്. കറണ്ട് ആണല്ലോ, ഇപ്പോഴത്തെ കാര്യമാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. പിന്നെ ഒരു ഇതും പറഞ്ഞിട്ടുണ്ട്. യു ക്യാൻ ജസ്റ്റ് റീഡ് ദിസ്. സോറി. മാർക്കറ്റ് നോക്കാം. മാർക്കറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. സോ ജസ്റ്റ് ഒരു പേപ്പർ റിവ്യൂ എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ ഞാൻ പ്ലാൻ ചെയ്തത്. ഐ എം വെരി ഷുവർ എക്സാം നിങ്ങൾ മര്യാദക്ക് പ്രിപ്പയർ ആയിട്ടുണ്ട്. നിങ്ങൾ ഒരു തവണ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തു, നമ്മുടെ റിവിഷൻ വീഡിയോ നന്നായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്, പവർ ചാർട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ എം വെരി ഷുവർ നിങ്ങൾക്ക് എക്സാം ഈസി ആയിരിക്കും. കാരണം നിങ്ങൾക്ക് വേറൊരു ഓപ്ഷനും ഇല്ല. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് നമ്മൾ റിവിഷൻ വീഡിയോ തന്നിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ലിസ്റ്റ് അറ്റ്ലീസ്റ്റ് ഇനിയിപ്പോൾ നമ്മുടെ സ്റ്റുഡന്റ് അല്ലെങ്കിൽ പോലും തന്നെ ഒരുപാട് കുട്ടികൾ ഈ ക്വസ്റ്റ്യൻ ലിസ്റ്റ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വെച്ചിട്ട് ടോപ്പിക്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഗ്രൂപ്പ് അത്ര നന്നായിട്ട് പഠിക്കാതെ നെയിം സേക്കിന് എഴുതി, അല്ലെങ്കിൽ FM നല്ല സ്ട്രോങ് ആൻസർ, SM അത്ര ഇച്ചിരി പേടി ആൻസർ എന്നൊക്കെ പറഞ്ഞ കുട്ടികൾ നമ്മുടെ ഈ ലിസ്റ്റ് വെച്ച് പഠിച്ചിട്ടുണ്ട്. ഈ ലിസ്റ്റ് വെച്ച് പഠിച്ച കുട്ടികൾക്ക് ഒരു എന്തായിരുന്നു? എക്സാംസ് ഈസി ആയിരുന്നു. സോ ഐ എം വെരി ഹാപ്പി. സോ എനിവേ നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. SM-ന്റെ ഒരു പുതിയ ബാച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഫോർ എക്സ്ക്ലൂസീവ്ലി ഫോർ Jan 25 എക്സാം. വി വിൽ ടേക്ക് എ ലൈവ് ക്ലാസ്സിന് ശേഷം നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. എന്റെ പ്രീവിയസ് ഓൾറെഡി റെക്കോർഡഡ് ബാച്ച് ഉണ്ട്, അതിനകത്ത് പക്ഷേ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വന്നിട്ടില്ല. സോ ഇപ്പം നമ്മൾ Jan 25 വേണ്ടി എസ്പെഷ്യലി ഒരു പുതിയൊരു ബാച്ച് നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. സോ ആ ബാച്ചിന്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നുണ്ടാവും. സോ സ്റ്റേ ട്യൂൺഡ്. സോ സെയിം വേ ഇഫ് യു ലൈക്ക് അവർ യൂട്യൂബ് ചാനൽ, നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം ടൈമിൽ ബെനിഫിഷ്യൽ ആയി എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്, ലൈക്ക് ആൻഡ് കമന്റ് ചെയ്യുക. ഓക്കെ ആണോടാ? യെസ്. സോ താങ്ക് യു. സൈനിങ് ഓഫ്.